ഹലോ ഗൈസ്, അപ്പൊ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അതെ ഗൈസ്, അപ്പോ നമ്മൾ ഇന്ന് എന്തിനാ വന്നതെന്ന് അറിയോ? ഇനി നമ്മള് ഐദുന്റെ കേട് വന്ന ബൈക്ക് നന്നാക്കാൻ കൊടുത്തിനി, അത് വാങ്ങാൻ പോവാണ് അല്ലേ? അപ്പോ അത് പോയി വാങ്ങി നമ്മൾ കൊണ്ടുവന്ന് ഐദുനൊന്ന് റൗണ്ടൊക്കെ ചെയ്യിപ്പിച്ച് എങ്ങനെയുണ്ട് വണ്ടി നന്നാക്കിയിട്ട് റെഡി ചെയ്യണോ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കി വെക്കണം. നിങ്ങൾക്ക് ഒരാളെ സന്തോഷം കാണിച്ചു തരണോ? നോക്കിക്കോളിട്ടോ. നോക്കിക്കോളി, എന്താ കാരണം എന്നറിയോ? സന്തോഷായോ? വണ്ടി കയറ്റി ഇരിക്കുക. ഇതുവരെ എത്രയായി? ഒരു 1.5 മാസമായിട്ടായി വണ്ടി നന്നാക്കാൻ കൊടുത്തിട്ട്. നമുക്ക് ഇന്നാണ് നന്നാക്കി കിട്ടിയത് അല്ലേ? ഒരു കൊല്ലൊന്നായില്ല. ഇവന് പിന്നെ കോഴിക്കോട് നിന്ന് അത് കൊണ്ടുവരണേട്ടോ നന്നാക്കിയിട്ട്. ഇവിടെ എത്തോളം ഇത് എവിടെത്തി എത്താനായോ എന്ന് വെച്ചാണ്ട് ഇവിടെ എത്തി കിട്ടിയ റൗണ്ട് ഓടിക്കാനെന്നുള്ള ആ ഒരു മൈൻഡിലാണ് ഇപ്പം ആള്. അപ്പോൾ നമ്മളിനി ഇതൊന്ന് ഇറക്കി കൊടുക്കട്ടെ കേട്ടോ. അങ്ങനെ നമ്മളെ പടക്കുതിര സ്റ്റാർട്ടായി. അയ്യോ, ഈ ഒരു സാധനം കിട്ടാൻ കേസ് ഒരു സ്വൈര്യം തരലില്ലേ? ഇനി എത്ര വട്ടം എന്നോട് തെറ്റിന്നറിയോ? ഈ ഒരു സാധനത്തിന് വേണ്ടിയിട്ട് സൗണ്ട് കേൾക്കൂലായി പറയണത്. എത്ര ദിവസം തെറ്റിന്, എത്ര ദിവസം എന്നെ അടിച്ചിക്കണ അറിയോ നന്നാക്കാഞ്ഞിട്ട്. ഇത് സംഭവം പുതിയ വണ്ടി വാങ്ങാനാണ് വിചാരിച്ചാണ്ട് ഓലും നന്നാക്കിയില്ല. അങ്ങനെ വെച്ചതാ അല്ലേ ഇതോ? അപ്പം എന്തായാലും ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ വിളിച്ചാണ്ട് നന്നാക്കാൻ പറഞ്ഞ് നന്നാക്കി വെച്ച്. ഇത് ഭയങ്കര രസമുണ്ട്. ഇതിന് ഇല്ലാത്ത പ്രശ്നങ്ങളില്ലേ? ഇനി ഓന് വണ്ടി കേക്കിയപ്പം സൈലൻസറിൻ്റെ ഉള്ളിൽ കൂടെ തോന്നുന്നത് ഇതിലേക്ക് വെള്ളം കയറിയിട്ട് എൻജിൻ്റെ ഉള്ളിൽ മൊത്തം വെള്ളം. ഇനി അങ്ങനെ അതൊക്കെ അയച്ച് ക്ലീനാക്കി സെറ്റാക്കിയാണ്ടാണ് ഇപ്പം കൊണ്ടുവന്നത്. ഇത് ഞാൻ 3 ദിവസം ഉണ്ടാവും. 10 ദിവസം കഴിഞ്ഞാൽ അവിടെ സൈഡിൽ കൊണ്ടുപോയിട്ടു. ഞാൻ ഇനി കേടെടുത്താൽ ഞാൻ നന്നാക്കി തരും, ഉറപ്പാണ്. കേടെടുത്തി ബാക്കി ഞാൻ അപ്പം പറഞ്ഞുതരാം. ഓക്കെ, വേറെ ഒന്നുമല്ല, വണ്ടി ഇതാക്കണം കേട്ടോ. അപ്പോൾ ആൾ നിർത്തി ഉള്ളിൽ കയറിപ്പോയിക്കണ്. വേറെ ഒന്നുമല്ല, പെട്രോൾ കഴിഞ്ഞ്. അപ്പം ഇനി അങ്ങോട്ടുള്ള പണി ടാസ്ക്കാണ്. ടാസ്ക് എന്ന് പറഞ്ഞാൽ വളരെ വളരെ ടാസ്ക്കാണ്. കാരണം ഇതിന് എന്നോ കുടിച്ചാൽ കൊടുക്കണം. പെട്രോൾ വാങ്ങി തരുമോ വെച്ചാണ് ഇങ്ങനെ ബാക്കിൽ നടക്കും. കാരണം 1 ലിറ്റർ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ ഒരു 15 കിലോമീറ്റർ ഒക്കെ കിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്രയും കാലം ഉപയോഗിച്ചതിൽ കിട്ടിയൊരു എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. എന്തായാലും പെട്രോളിനൊക്കെ എന്താ പറയുക, നല്ല റേറ്റൊക്കെ കൂടി വന്നോണ്ട് ഇപ്പം എത്ര 114 അങ്ങനെ എന്തോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇന്ന് ഞാനിങ്ങനെ, കാരണം എൻ്റെ വണ്ടി EV ആയതുകൊണ്ട് ഞാൻ അങ്ങനെ പെട്രോൾ പമ്പിൽ കയറലില്ല. അപ്പം ഞാൻ ഈ വണ്ടിയും കൊണ്ട് പോയപ്പം ജസ്റ്റ് കണ്ടൊരു ഓർമ്മയിൽ പറഞ്ഞതാണ്. എന്തായാലും ഇപ്പോൾ ഇതാക്കണ അകത്തേക്ക് പോയിണേ. എന്തിനാ പോയത്? കുപ്പി എടുത്തോണ്ടിട്ടെ പെട്രോൾ വാങ്ങാനെന്ന് പറഞ്ഞിട്ട് വല്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇതിൻ്റെ ഒച്ചപ്പാടും ഇതിൻ്റെ ഇതുമായിട്ട് മിക്കവാറും ഇനി ഇതിൻ്റെ ഒരു ഇതുണ്ടാവുക അല്ലേ? ഇതോ ഇതെടുക്കാം. എന്താ തരണേ? ചാർജർ എടുക്കണം പോണ് ഞാൻ. സെൽഫിന്റെ ചാർജ് ചെയ്യാന് ചാർജർ കിട്ടിയോ? ചാർജർ കിട്ടിയില്ല. അപ്പോഴോട് പറഞ്ഞില്ല അവിടുന്ന് വാങ്ങാന്. ജിന്നോട് പോന്നാരല്ല വാങ്ങാൻ പറഞ്ഞ. ഇത് പോന്നാരാണ് ജിന്നോട് പറഞ്ഞത്. അപ്പൊ ഗൈസ്, ഓൻ ചാർജറൊക്കെ തെരഞ്ഞു പോട്ടെ. എനിക്ക് കുറച്ച് പണിയുണ്ട്. അപ്പോൾ ചാർജർ തെരഞ്ഞ് കിട്ടി. ഓൻ കുത്തി വെച്ച് പെട്രോൾ വേണേൽ പോയി വാങ്ങിക്കൊണ്ടെന്ന് ഒക്കെ കാര്യങ്ങളൊക്കെ ഞാൻ ഏൽപ്പിച്ചു കൊടുത്ത് കേട്ടോ. ഒക്കെ എനിക്ക് ഏൽപ്പിച്ചു തന്നിട്ടോ. വണ്ടി പെട്രോൾ അടിക്കാനും ഓടിക്കാനും നാശാക്കാനും കേടെടുത്താനും ഒക്കെ എന്നെ ഏൽപ്പിച്ചു കേട്ടോ. ഓക്കെ, കണ്ടങ്ങള് തുടങ്ങി 100 200 ആയിപ്പം. പെട്രോളിന് വില കൂടിയപ്പോൾ ഓൻ്റെ റേറ്റ് ഓൻ കൂട്ടി. അപ്പം എന്തായാലും
പെട്രോളൊക്കെ അടിച്ചോ, സംഭവങ്ങളൊക്കെ ചെയ്തു വെച്ചോ, കാര്യങ്ങളാക്കിക്കോ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും